ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ പ്രതിയായ ദേവസ്വം മുൻ പ്രസിഡന്റും CPM നേതാവുമായ എ പത്മകുമാറിന് ജാമ്യമില്ല. കൊല്ലം വിജിലൻസ് കോടതിയാണ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. അതേസമയം കേസിൽ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പൊറ്റി വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. ശബരിമല കട്ടിടപ്പാളി സ്വർണ്ണക്കവർച്ചാ കേസിൽ എ പത്മകുമാർ സമർപ്പിച്ച ജാമ്യഹർജിയാണ് കൊല്ലം വിജിലൻസ് കോടതി തള്ളിയത്. താൻ മാത്രമല്ല, ദേവസ്വം ബോർഡിലെ മറ്റംഗങ്ങൾക്കും കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നതാണ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. മിനിറ്റ്സിൽ ചെമ്പെന്ന് രേഖപ്പെടുത്തിയതുൾപ്പെടെ എല്ലാവർക്കും അറിയാമായിരുന്നു. പ്രായമായ ആളായതിനാൽ പരിഗണന വേണമെന്നും പത്മകുമാർ ജാമ്യഹർജിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ പോലെ എ പത്മകുമാറിനും കേസിൽ കൃത്യമായ പങ്കുണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും അഡ്വക്കേറ്റ് സിജു രാജനാണ് ഹാജരായത്. വാദം പൂർത്തിയായതോടെ വിധി പറയുന്നത് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ജാമ്യാപേക്ഷ തള്ളിയതോടെ ഹൈക്കോടതിയെ സമീപിക്കുവാനാണ് നീക്കം. ഇരു കേസുകളിലും പ്രതിയാണ് CPM നേതാവ് കൂടിയായ എ പത്മകുമാർ. കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പൊറ്റി ആദ്യമായാണ് ജാമ്യഹർജി സമർപ്പിക്കുന്നത്. എല്ലാം ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അനുമതിയോടെയാണ് ചെയ്തതെന്ന് ഉണ്ണികൃഷ്ണൻ പൊറ്റി ജാമ്യാപേക്ഷയിൽ പറയുന്നു. ഈ മാസം 18-ന് വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കും. ജനം, കൊല്ലം.